ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിലുള്ളിൽ കുറച്ച് സെറ്റിങ്സ് നമ്മൾ ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. ഈ സെറ്റിങ്സ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് അറിയില്ലായിരിക്കും ഏതൊക്കെ സെറ്റിങ്സ് ആണ് നമ്മൾ ഓൺ ആക്കേണ്ടതെന്നും ഏതൊക്കെയാണ് ഓഫ് ആക്കേണ്ടതെന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. നമ്മുടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷനിൽ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ സെറ്റിങ്സ് ആണ് ഓൺ ഓഫ് ആക്കേണ്ടതെന്ന്. ഈ സെറ്റിങ്സ് ഒക്കെ നമ്മൾ ഓൺ ആക്കി വെക്കുന്നതിലൂടെ നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യം, അതായത് നമ്മുടെ ഏത് കണ്ടന്റാണോ ചെയ്യുന്നത് ആ കണ്ടന്റ് കാണാൻ താല്പര്യമുള്ള വ്യൂവേഴ്സിന്റെ യൂട്യൂബ് ഹോം പേജിലേക്ക് നമ്മുടെ വീഡിയോ കൂടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് യൂട്യൂബ് പരമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ ഈ സെറ്റിങ്സ് ഒക്കെ ഓൺ ആക്കി വച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പലരും യൂട്യൂബിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതും അതിലൂടെ എനിക്ക് നിരവധി സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതും. അപ്പോൾ ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കാം. YT സ്റ്റുഡിയോയ്ക്കുള്ളിലെ ഈ സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓൺ ആക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇതിനു വേണ്ടി നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ നമ്മൾ സാധാരണയായിട്ട് നോക്കുന്നത് നമുക്ക് എത്ര വ്യൂവേഴ്സ് ആയി, എത്ര വാച്ച് ടൈം ആയി, സബ്സ്ക്രൈബേഴ്സ് എത്രയായി, ഇനി നമുക്ക് മോണിറ്റൈസ് ആയ ചാനലിലാണെങ്കിൽ ഏണിങ്സിൻ്റെ കോളത്തിൽ എത്ര ഡോളറായി, ഇങ്ങനെയൊക്കെ ആയിരിക്കും സാധാരണ നമ്മൾ YT സ്റ്റുഡിയോ എടുത്താൽ എല്ലാവരും ചെക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ താഴെയായിട്ട് നോക്കിയാൽ കാണാൻ കഴിയും ചാനലിൻ്റെ ഡാഷ്ബോർഡ്, കണ്ടന്റ്, അനലിറ്റിക്സ്, കമ്മ്യൂണിറ്റി എയ്ഡ്, ഇത്രയും ഓപ്ഷൻസ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സ് ഇവിടെ അല്ല ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ കാണുന്ന പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഇവിടെ സൈഡിലായിട്ട് കാണുന്ന പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ YT സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ട സെറ്റിങ്സ് ചെയ്യേണ്ടത്. ഇനി മറ്റ് രണ്ട് സെറ്റിങ്സും കൂടെ ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ഇത് ഓൺ ആക്കിയതിന് ശേഷം പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് നിങ്ങൾക്ക് ഹോം ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഹോം ടാബ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വ്യൂവേഴ്സിൻ്റെ ഹോം പേജ് കാണിക്കുന്നതിനും നമ്മുടെ ഹോം പേജിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടും കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന ഹോം ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ രണ്ട് ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഹോം ടാബ്, രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഫോർ യു. ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓൺ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനെ ഓൺ ആക്കുക. ഇനി ഫോർ യു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കുന്നതിലൂടെ എന്താണ് പ്രയോജനം എന്ന് പറയാം. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരു വ്യൂവർ കാണുകയാണെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ട്രെൻഡിങ് വീഡിയോസ് നമ്മുടെ ചാനലിൻ്റെ മുകളിലായിട്ട് 1 by 1 ആയിട്ട് യൂട്യൂബ് കാണിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പഴയ വീഡിയോസ്, ട്രെൻഡിങ് വീഡിയോസ് അവർ കാണാൻ ഇടയാവുകയും നമുക്ക് അതിൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി ഹോം ടാബ് ബട്ടൺ ഓൺ ആക്കുന്നതിലൂടെ വ്യൂവേഴ്സിൻ്റെ യൂട്യൂബ് ഹോം പേജിലേക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വ്യൂവേഴ്സിൻ്റെ ഹോം പേജിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏത് സെറ്റിങ്സ് ആണ് ഓൺ ആക്കേണ്ടതെന്ന് നോക്കാം. പക്ഷേ നമുക്ക് ഇവിടെ തന്നെ ഒരു സെറ്റിങ്സും കൂടെ ഓൺ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മുകളിലായിട്ട് കാണുന്ന സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പേജിൽ പുഷ് നോട്ടിഫിക്കേഷൻ എന്ന കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഓൺ ആക്കി കൊടുക്കുക. ഇങ്ങനെ ഓൺ ചെയ്യുന്നതിലൂടെ യൂട്യൂബ് തന്നെ റെക്കമെൻഡേഷനിലൂടെ നമ്മുടെ ചാനൽ ഗ്രോ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് അയക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട നിലവിലെ ട്രെൻഡിങ് ടോപ്പിക്സുകൾ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സ് ഓൺ ആക്കുന്നതിലൂടെ നമുക്ക് യൂട്യൂബ് തന്നെ നിലവിലെ ട്രെൻഡിങ് ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ടിപ്സ് നമുക്ക് നോട്ടിഫിക്കേഷനിലൂടെ അയക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പുഷ് നോട്ടിഫിക്കേഷനിലുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഓൺ ആക്കുക. ഇനി നമ്മുടെ വീഡിയോയുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സെറ്റിങ്സ് ആണ് ഓൺ ആക്കേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ അനലിറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മുകളിലായി കാണുന്ന ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ വ്യൂവേഴ്സ് സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ കാണുന്ന ഈ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും, അതായത് നിങ്ങളുടെ ചാനൽ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്സുകളും അല്ലെങ്കിൽ അവർ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്ക് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും.
അപ്പോൾ ഇവിടെ കാണുന്നത് എൻ്റെ ചാനലിലെ എൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ടോപ്പ് സെർച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ടോപ്പിക്കുകൾ കാണാം. ഇതിൽ ഈ ടോപ്പിക്സ് 1 by 1 ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് അതിലേതാണോ ട്രെൻഡിങ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂട്ടിയെടുക്കാനും കഴിയും. ആ ഒരു ഒറ്റ വീഡിയോ വരെ നമുക്ക് വൈറലാക്കി എടുക്കാനും കഴിയും. ഇനി മറ്റൊരു രീതിയും കൂടെ പറയാം. ഇവിടെ താഴെ കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാനിവിടെ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച 2-3 വീഡിയോസ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനനുസരിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വ്യൂസ് ലഭിച്ച വീഡിയോസ് റീക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ നമുക്ക് കൂട്ടിയെടുത്ത് ചാനൽ റീച്ച് ആക്കാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി YT സ്റ്റുഡിയോയിൽ ഓണാക്കേണ്ട സെറ്റിംഗ്സ് എല്ലാം ഓണാക്കി നിങ്ങളുടെ ചാനലിലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയവർക്ക് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയറും ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.